തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ F-35 വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധർ ഇന്നെത്തും. സംഘം അല്പസമയത്തിനകം വിമാനത്താവളത്തിൽ ഇറങ്ങും. ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് A400M അറ്റ്ലസ് ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് സംഘം എത്തുന്നത്. RB സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, ഈ സംഘം എപ്പോഴാണ് എത്തുന്നത്? എന്ത് പരിശോധനയാണ് നടത്താനുള്ളത്? മറ്റു വിവരങ്ങളും. ധന്യ, കഴിഞ്ഞ മാസം 14 തീയതി മുതലാണ് ബ്രിട്ടീഷ് വ്യോമസേനയുടെ F-35B ലൈറ്റ്നിംഗ് 2 എന്ന അത്യാധുനിക യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയത്. സാങ്കേതിക തകരാർ മൂലമാണ് ഇപ്പോഴും വിമാനം ഇവിടെ തുടരുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ വിമാനത്തിന്റെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് അടിയന്തരമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം വിമാനത്തിന് ഇവിടെ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഹൈഡ്രോളിക് സാങ്കേതിക വിദ്യയിൽ കുറച്ച് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് വിമാനത്തിന് പറക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് ആദ്യ സംഘം എത്തി വിമാനം പരിശോധിച്ചെങ്കിലും അതിന്റെ തകരാറുകൾ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൊട്ടു പിന്നാലെ മറ്റൊരു സംഘം കൂടി എത്തിയിട്ട് പരിശോധിച്ചെങ്കിലും വിമാനത്തിന് പറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ CISF കനത്ത സുരക്ഷയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്തിനെ കാത്തു സൂക്ഷിക്കുകയാണ്. ഇന്നിപ്പോൾ 12:30 വിദഗ്ധ സംഘം ബ്രിട്ടനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് എയർബസ് A400M അറ്റ്ലസ് എന്ന ട്രാൻസ്പോർട്ട് വിമാനത്തിൽ 20 പേരടങ്ങുന്ന സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ സാങ്കേതിക വിദഗ്ധരും അതിനോടൊപ്പം തന്നെ ഈ F-35 വിമാനം നിർമ്മിച്ച ലോക്ഹീഡ് മാർട്ടിൻ അമേരിക്കൻ കമ്പനിയാണ്. ആ അമേരിക്കൻ കമ്പനിയുടെ വിദഗ്ധരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് വിമാനം പരിശോധിച്ച് ഒരു 2-3 ദിവസം എടുത്ത് പരിശോധന മറ്റുമൊക്കെ നടത്തി ഒന്നുകിൽ തകരാറ് പരിഹരിച്ച് വിമാനം ഇവിടെ നിന്ന് പറത്തി തന്നെ കൊണ്ടുപോകും. അതല്ല, ഇവിടെ വെച്ച് ഈ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിമാനത്തെ ചരക്ക് വിമാനത്തിൽ C-17 ഗ്ലോബ്-മാസ്റ്റർ 3 എന്ന വലിയ ചരക്ക് വിമാനത്തിൽ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും. ധന്യ. ഈ സംഘം ഉടൻ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സനൂപ്, മറ്റ് ചില ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇതിലെ ഇന്ധനം എങ്ങനെ തീർന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. അതെല്ലാം സാധൂകരിക്കുക എന്നതുകൂടി ഈ സംഘത്തിന്റെ ലക്ഷ്യമാണ്. അതെങ്ങനെയായിരിക്കും പുറത്തേക്ക് അറിയിക്കുക? ഇതിന്റെ പഠനം അല്ലെങ്കിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയായിരിക്കും ലഭ്യമാവുക? എപ്പോഴായിരിക്കും? ധന്യ, 2 ദിവസം മുമ്പ്, അതായത് വിമാനം അടിയന്തരമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെയും ഇന്ത്യൻ നാവികസേനയുമായിട്ട് സംയുക്ത അഭ്യാസം നടത്തിയിരുന്നു അറബിക്കടലിൽ വെച്ച്. അതിനുശേഷമാണ് 2 ദിവസം കഴിയുമ്പോൾ വിമാനം പറക്കുന്നതിനിടയിൽ ഈ ഇന്ധനം തീരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വിമാനം തിരികെ ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ ഇറക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല. പലവട്ടം ചുറ്റിത്തിരിഞ്ഞ് ഈ വിമാനവാഹിനി കപ്പലിൽ ഇറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ തുടർന്നാണ് വിമാനം തിരികെ വിമാനത്താവളത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് പരിശോധിച്ചത്. തുടർന്ന് അടിയന്തരമായിട്ട് വിമാനം ഇറക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സഹായം അവർ തേടുകയും തുടർന്ന് വിമാനം ഇവിടെ ഇറക്കുകയുമായിരുന്നു. എന്തായാലും ഇതൊരു സാങ്കേതിക തകരാറ് സ്വാഭാവികമായിട്ട് വിമാനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നത്. അത്തരത്തിൽ വേറെ ഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല എന്ന് ബ്രിട്ടീഷ് എംബസിയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന എല്ലാ സഹായങ്ങളും ഇവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിദഗ്ധ സംഘം ഇനി എത്തിയാൽ മാത്രമേ ഇതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് വിമാനത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.